കുട്ടികളുടെ ഇടയിൽ സാധാരണമായി തന്നെ ഇത്തരം മദ്യം മയക്കുമരുന്നൊക്കെ അവരുടെ ഇടയിൽ എത്തിപ്പെടാറുണ്ട്. ഡോക്ടറുടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇതിപ്പോൾ വളരെ കൂടുതലാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു സിറ്റി ബേസ്ഡ് ആയിരുന്നു ഈ ഡ്രഗ്സൊക്കെ. പക്ഷേ ഇപ്പം അതല്ല. ഇപ്പം റൂറൽ ഏരിയയിലും ഡ്രഗ്സ് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു സൈഡിൽ നമ്മൾ മദ്യമൊക്കെ നിരോധിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിന് ബദലായിട്ട് ഡ്രഗ്സ് കൊണ്ട് കയറിക്കൊണ്ടുവരും. പ്രത്യേകിച്ചും കുട്ടികളിൽ ഇതൊരു വളരെ പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ടീച്ചേഴ്സിന് പോലും അറിയില്ല. കഞ്ചാവാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൽ. ഇപ്പോൾ പാൻപരാ ശംഭുവൊക്കെ നമുക്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഫ്രീലി അവൈലബിൾ ആണ് പലയിടത്തും. അത് ചില കടകളിൽ നിന്ന് അത് കിട്ടുന്നുണ്ട്. കുട്ടികൾ പുറത്ത് പ്രദർശിപ്പിക്കുന്നില്ല എന്നുള്ളത് അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും സാർ, ഈ മദ്യം മയക്കുമരുന്ന് കുട്ടികളെ അത് എങ്ങനെയാണ് അത് അവരുടെ കയ്യിലേക്ക് എത്തപ്പെടുന്നത്? ഇപ്പോൾ ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഒരു പക്ഷേ ഈ മദ്യവും മയക്കുമരുന്നിനെ കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ ഒരു 9th 10th 12th ഈ ഒരു സമയമാകുമ്പോഴായിരിക്കും കുട്ടികളുടെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നോടും അല്ലെങ്കിൽ മദ്യത്തിനോടും ഒക്കെ ഉള്ളൊരു ആസക്തി തോന്നുകയും ഒട്ടുമിക്ക ഈ +2 ടൂർ ട്രിപ്പുകളും അല്ലെങ്കിൽ ടൂർ ട്രിപ്പുകളുടെയും അവസാനം അല്ലെങ്കിൽ അവരുടെ നൈറ്റുകൾ അവർ +2 കുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മദ്യം ഉപയോഗിക്കുന്നുണ്ട്. മദ്യം മാത്രമല്ല, മദ്യത്തെക്കാളും ഇപ്പം ഡ്രഗ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു സ്റ്റാറ്റസിൻ്റെ സിമ്പലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ ഈ വെസ്റ്റേണൈസ് ഫോറിനേഴ്സിനെ നമ്മൾ അനുകരിക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. അവരെന്ത് ചെയ്താലും ഇപ്പം ഈവൻ മദ്യത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ചെറിയ അളവിൽ മദ്യം ഒരുപാട് നേരം ഇരുന്ന് കഴിക്കുന്നു. നമ്മൾ തിരിച്ചാണ്, കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കഴിക്കുന്നു. ആ ഒരു കഴിക്കുന്നതിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ മദ്യം കഴിക്കുന്നത് അവരെ ക്ലൈമറ്റിനെ അതിജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കാതെയാണ് നമ്മളിവിടെ അനുകരിക്കുന്നത്. ഒരു പണ്ട് നാളിലൊരു 5 വർഷമോ 7 വർഷമോ ഒക്കെ മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂൾ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങളൊന്നും നിരോധിച്ചിട്ടില്ലാത്തൊരു സമയം ഈ അടുത്ത കാലത്താണ് നിരോധിക്കുകയുണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെയും അക്കാലങ്ങളിലൊന്നും ഈ സിഗരറ്റ് വലിക്കുന്നോ അല്ലെങ്കിൽ പാൻപരാഗിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗമോ ഒന്നും കുട്ടികളിൽ വളരെ അധികം ഉണ്ടായിട്ടില്ല. ഈവൻ കഞ്ചാവ് പോലും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പണ്ടത്തെക്കാൾ കൂടുതൽ ഇത് ആസക്തി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു യഥാർത്ഥത്തിൽ പണ്ടുള്ള കുട്ടികൾ പണ്ടെന്ന് പറഞ്ഞൊരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമായിരുന്നു. ഇന്ന് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ്. അണുകുടുംബങ്ങൾ വന്നതോടുകൂടി കുട്ടികൾക്ക് സ്ട്രെയിൻ കൂടുതലാണ്. പ്രത്യേകിച്ചും കോമ്പറ്റീറ്റീവാണ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പം വീട്ടുകാർക്ക് പ്രത്യേകിച്ചും പേരൻസ് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. 2 പേരും എംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മയക്കുമരുന്നാണോ ഉദ്ദേശിക്കുന്നത്? ആദ്യകാലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അറിയാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നല്ലവണ്ണം പഠിച്ചിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർ മുറി അടച്ചിരിക്കാനൊക്കെ താല്പര്യപ്പെടും. മുറി അടച്ചിരിക്കും. അപ്പോൾ ജനലൊക്കെ അടച്ച് അതിനകത്തിരുന്ന് പറയും അമ്മ പഠിക്കുകയാണ് ചെയ്യുന്നത്, എനിക്ക് അല്ലെങ്കിൽ തലവേദന എടുക്കുന്നു, കിടക്കുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ തലവേദന ഫ്രീക്വൻ്റായിട്ട് പറഞ്ഞ് മുറി അടച്ച് കിടക്കുന്ന കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഇവർ സാധാരണ 10 മിനിറ്റ് നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വരെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഡ്രഗ്സിൽ ഒരു പ്രത്യേകത നേരെ ഓപ്പോസിറ്റായിട്ടും വരാം. ഈ ഡ്രഗ്സ് കഴിക്കുമ്പോഴത്തേക്ക് ഇത് യൂഫോറിക് ഇഫക്റ്റ് വരാൻ വേണ്ടിയാണ്, സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് വരാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. പിന്നെ സെക്ഷൽ പെർവേഷനിലേക്ക് പോകുന്നവരുണ്ട്, ഓവർ സെക്സിലേക്ക് പോകുന്നവരും. അതാണ് ചില സ്ത്രീകളെ ആക്രമിക്കുന്നതും അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ചില കുട്ടികൾ കണ്ടുവരുന്നത്. പെൺകുട്ടികളെ കൂടുതൽ ആക്രമിക്കാനും ഒരു ആൻറ്റി സോഷ്യൽ ഇവൻ്റൊക്കെ വരുന്നത് ഒരു പരിധി വരെ ഡ്രഗ്സ് എടുക്കുന്നു. ഡ്രഗ്സ് പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു യൂഫോറിക് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം. സാർ, നമുക്ക് പഴയ കലാകാരന്മാരെടുത്ത് അല്ലെങ്കിൽ വലിയ എഴുത്തുകാരെടുത്ത് കഴിഞ്ഞാൽ പോലും നമുക്കറിയാം അവർ കഞ്ചാവിന് അഡിക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു കിക്കിൻ്റെ പുറത്താണ് യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ ഒരു വലിയ പല കൃതികളും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളത്തിലുള്ള പല വലിയ കൃതികളും ഉണ്ടായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ പോലുമുണ്ട്. പക്ഷെ അത് ശാസ്ത്രീയമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ പറഞ്ഞാൽ അല്ലല്ല, കാര്യം ഈ എഴുത്തുകാരെല്ലാവരും മദ്യപിക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ONV സാറും സുഗതകുമാരി ടീച്ചറൊക്കെ എല്ലാവരും മദ്യപിക്കുന്നതായിരുന്നല്ലോ. അങ്ങനെയല്ലോ. അത് പക്ഷെ ആ ഒരു അഡിക്ഷൻ വന്നതുകൊണ്ടാണ് അവർക്കതില്ലാതെ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. കഴിച്ച ആ ഒരു ആദ്യത്തെ യൂഫോറിയ അക്സെപ്റ്റ് ചെയ്ത് പിന്നെ അതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ അതൊരു അഡിക്റ്റഡ് ആണ് അതിനകത്ത്. അവർക്ക് അതുണ്ടെങ്കിലേ അവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഫാക്ട്. അപ്പോൾ കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലാണ് പല കുട്ടികളും ഇത്തരം പ്രവൃത്തികളിലേക്ക് പോകുന്നത് പോലും. അപ്പോൾ അതിലേതെങ്കിലും രീതിയിലുള്ള അല്ല, അത് ശാസ്ത്രീയമായ തെറ്റാണ്.
ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടുണ്ടാകുന്ന ചെറിയൊരു യൂഫോറിക് ഇഫക്റ്റ് അല്ലാതെ ആഫ്റ്റർ എഫക്റ്റ് എന്തെന്ന് സംഭവിക്കുന്നതിൽ അതില്ലാതെ പറ്റത്തില്ല. പിന്നെ അത് എടുത്തില്ലെങ്കിൽ ഹെഡേക്ക്, വിഡ്രോവൽ സിംറ്റംസ് വരും. വിഡ്രോവൽ സിംറ്റംസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഡ്രഗ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോഡി പെയിൻ, ജോയിൻറ്റ്സ് കംപ്ലീറ്റ് പെയിൻ, പിന്നെ ഭയങ്കര അസ്വസ്ഥത, ഒരു പാൽപിറ്റേഷൻ പോലെ വരും കുട്ടിക്ക്. അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്തും ചെയ്യും.